നെഹ്റു ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് പുന്നമട ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ പരിശീലനം തുടങ്ങി. മന്ത്രി മോൻസ് ജോസഫ് ട്രയൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളാണ് ടീമിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും എന്നതാണ് പ്രത്യേകത. 1952 പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആവേശത്തിൽ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറിയതിനെ തുടർന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തുടക്കമായത്. കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ ചെറിയ വ്യത്യാസത്തിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ട നടുഭാഗം ചുണ്ടൻ ഇത്തവണ കപ്പടിക്കുമെന്ന ഉറപ്പിലാണ്. 56 ഗോൾ നീളം, 85 തുഴച്ചിലുകാർ, 5 അമരക്കാർ, താളക്കാർ 9 പേർ എന്നിവരടങ്ങുന്നതാണ് ടീം. ടീമിൽ 21 ഇതര സംസ്ഥാന തുഴച്ചിലുകാരും ഉൾപ്പെടുന്നു. നെഹ്റു ട്രോഫിക്ക് വേദിയാകുന്ന പുന്നമടക്കായലിൽ തന്നെ പരിശീലനം നടത്തുന്നതും പുന്നമട ബോട്ട് ക്ലബിന് അനുകൂല ഘടകമാണ്. ജനപ്രതിനിധികളും വള്ളംകളി പ്രേമികളും പങ്കെടുത്ത ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് ഫ്ളാഗ് ഓഫ് നടത്തി. ജയം സുനിശ്ചിതമെന്ന ആത്മവിശ്വാസത്തിലാണ് പുന്നമടയുടെ ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും വളരെ വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ എല്ലാവരും മത്സരിക്കാൻ തന്നെ വന്നേക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വെല്ലുവിളികളായിട്ടൊന്നും ഇല്ല. പിന്നെ ദൈവാനുഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമുക്ക് തന്നെ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇതൊരു മത്സരമാണല്ലോ. അപ്പം നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ കാണണമല്ലോ. ചിട്ടയായ പരിശീലനം വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷ വൈസ് ക്യാപ്റ്റനും പങ്കുവച്ചു. വള്ളത്തിൽ നിൽക്കുന്നവർ മാത്രമല്ല, ഇതിന്റെ പുറകെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വർഷത്തെ കപ്പ് വേണമെന്ന് അത്ര അധീനമായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് അവർക്ക് കപ്പ് കിട്ടും. 2019 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലൂടെയാണ് നടുഭാഗം ചുണ്ടൻ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. സമ്മാനത്തുകയിൽ വൻ വർധന വന്ന ശേഷമുള്ള ആദ്യ നെഹ്റു ട്രോഫി ആയതിനാൽ വലിയ ആവേശപ്പോരായിരിക്കും ഇത്തവണ പുന്നമടയിൽ സാക്ഷ്യം വഹിക്കുക. റിപ്പോർട്ടർ, ആലപ്പുഴ.